നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുത്തിരുന്നുവെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടികൾക്കാണ് ഞങ്ങൾ തുടക്കമിട്ടത്. എന്നാൽ അവരുമായി ഒരു കരാറിലെത്താൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ആക്രമണങ്ങൾ നടത്തരുതെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും അഭ്യർത്ഥിച്ചത് ഇറാനാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഫോൺ കോളിനെ തുടർന്നാണ് ആക്രമണ പദ്ധതി അമേരിക്ക നിർത്തിവെച്ചത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ എന്തുകൊണ്ട് തങ്ങൾ നിർത്തിവെച്ചു എന്നതിൻ്റെ വിശദീകരണം നൽകിയത് ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. കടുത്ത സൈനിക നടപടികളിലൂടെ ഇറാനെ അമേരിക്ക ദുർബലപ്പെടുത്തി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇപ്പോഴും അവർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങൾ അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. എന്നാൽ മറുവശത്ത് ആക്രമണങ്ങളെക്കാൾ ഒരു കരാറിലെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ആളുകളെ കൊല്ലാൻ താല്പര്യമില്ല. ഇറാനെതിരെ വലിയൊരു ആക്രമണ പദ്ധതിക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തയ്യാറെടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ നിരവധി പോർ ജെറ്റുകൾ ഇതിനിടയിൽ ഇസ്രയേൽ വ്യോമത്താവളങ്ങളിലുമെത്തി. ആക്രമണത്തിന് ഒരുങ്ങിയ വേളയിൽ ഇറാൻ അമേരിക്കയെ വിളിച്ചു. ദയവായി അത് ചെയ്യരുത്, നമുക്ക് സംസാരിക്കാം. ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്താണ് സംഭവിക്കുക എന്ന് ഉറപ്പിക്കുക വയ്യ. അവർ നമ്മളെ ഇപ്പോൾ ബഹുമാനിക്കുന്നുണ്ട്. വളരെ മുമ്പ് തന്നെ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളാണിത്. മറ്റൊരു പ്രസിഡന്റും ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞാനിത് ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇറാൻ ഒരിക്കലും ആണവായുധം ആർജിക്കാൻ പാടില്ല. ഉടൻ തന്നെ ഒരു കരാറിലെത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. കരാറില്ലെങ്കിൽ ആത്യന്തിക ആക്രമണത്തിന് തങ്ങൾ ഇറങ്ങും. ആഗോളതലത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് ട്രംപ് പറയുന്നു. കടലിടുക്ക് തുറക്കാനുള്ള കരാർ പ്രഖ്യാപനം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സംഭവിക്കും. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്ന് 2 ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു. കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച ഇറാൻ ഒമാൻ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഈ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന മാധ്യമങ്ങൾ അമേരിക്കയ്ക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കനത്ത തിരിച്ചടിയാണ് ഒമാൻ ഇറാൻ ചർച്ചകളെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ തുടങ്ങിവെച്ച യുദ്ധം ഒടുവിൽ സംഘർഷം 6 മാസങ്ങൾ പിന്നിട്ടു. ഏറ്റവും ഒടുവിൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷം. ഇറാനും യുഎസും തമ്മിൽ ഒരു സമാധാന കരാറിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ആദ്യ സമാധാന കരാർ. എന്നാൽ അത് ഇറാൻ തന്നെ ലംഘിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ യുഎസ് തയ്യാറാകണമെന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ അമേരിക്കയുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് വിഷയത്തിൽ ഒമാനുമായി തങ്ങളൊരു ധാരണയിലെത്തിയെന്നും ഇക്കാര്യത്തിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുടെ അനുമതിക്കായി ഇറാൻ കാത്തു നിൽക്കുകയാണെന്നും ഇറാന്റെ വിശദീകരണം. ജൂൺ 17-ന് അമേരിക്കയും ഇറാനും ചേർന്ന് ഒപ്പിട്ട കരാർ പ്രകാരം 60 ദിവസത്തേക്ക് ഹോർമുസ് വഴിയുള്ള കപ്പൽ നീക്കം ഇറാൻ അനുവദിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. പകരം ഇറാനിയൻ കപ്പലുകൾക്ക് മേലുള്ള നാവിക ഉപരോധം യുഎസ് പിൻവലിക്കുമെന്നും അന്ന് കരാറിന്റെ ഭാഗമായി പറഞ്ഞിരുന്നു. എന്നാൽ കരാറിൽ പറഞ്ഞ പാതയ്ക്ക് പകരം യുഎസ് സൈന്യം നിശ്ചയിച്ച പാതയിലൂടെ കപ്പലുകൾ പോയതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണമെന്നതാണ് ഇറാന്റെ വിശദീകരണം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ വീണ്ടും ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ചെന്നെത്തി. അമേരിക്ക അതിശക്തമായ ആക്രമണങ്ങൾ തുടർന്ന് ഇറാനെതിരെ നടത്തി. പിന്നീടാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കാൻ തീരുമാനമെടുത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും വലിയ തലവേദന. ഇത് സംബന്ധിച്ച് ഒരു ധാരണയിലെത്താൻ ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകളെ പ്രസിഡന്റ് ട്രംപ് പ്രോത്സാഹിപ്പിച്ചു. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഇക്കാര്യത്തിൽ മൂന്നാം കക്ഷിയെ ഇടപെടാൻ അനുവദിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഇതോടെ ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലേക്ക് അമേരിക്ക കടന്നു വരേണ്ട എന്ന് പരോക്ഷമായി പറയുകയായിരുന്നു ഇറാൻ. ഹോർമുസ് പശ്ചിമേഷ്യയിലേക്ക് വരുന്ന കപ്പലുകൾ ഇറാൻ പാതയിലൂടെയും തിരിച്ചുള്ള കപ്പലുകൾ ഒമാൻ പാതയിലൂടെയും കടന്നു പോകണമെന്നതാണ് നിലവിലെ ധാരണ. ഇതനുസരിച്ചുള്ള കരാർ അന്തിമഘട്ടത്തിലാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന ചർച്ച അന്തിമഘട്ടത്തിലെത്തിയെന്നും എത്രയും പെട്ടെന്ന് അവർ ഒരു ആത്യന്തിക കരാറിൽ ഒപ്പുവെക്കുമെന്നുമുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒമാനുമായുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് വീണ്ടും ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കും ക്ഷീണമാകുമോ ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ? ഇത്തരമൊരു കരാർ യാഥാർത്ഥ്യമായാൽ ഹോർമുസ് ഇടനാഴിയുടെ കാര്യത്തിൽ ഇറാനും ഒമാനും ഒരേ
നിയന്ത്രണ അവകാശം ഉന്നയിക്കാം. ഇറാനെ ആക്രമിച്ച് തകർക്കുമെന്ന അമേരിക്കയുടെ വിരട്ട്. എന്നാൽ ആ വിരട്ടിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങാതെ ഏതെങ്കിലും തലത്തിൽ അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ തങ്ങൾ അതിശക്തമായ ഭ്രാന്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ ആദ്യം പ്രതികരിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപ് പറയുന്നതൊഴിച്ചാൽ ഇറാൻ അമേരിക്കയുടെ കാലിൽ വീണോ എന്നതിനെക്കുറിച്ച് മറ്റ് സ്ഥിരീകരണങ്ങളില്ല. തങ്ങളുടെ പ്രദേശത്തിന് നേർക്കുള്ള ഏതൊരു US ആക്രമണത്തിനും തങ്ങൾ മറുപടി കൊടുക്കുമെന്ന് ഇന്നും ഇറാൻ പ്രതികരിച്ചു. ഗൾഫിലെ മറ്റ് പ്രാദേശിക ലക്ഷ്യങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ഇത് സംബന്ധിച്ച് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകി. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും പാകിസ്ഥാൻ സൈനിക മേധാവിയുമായും ടെലിഫോണിൽ ചർച്ച നടത്തി. കൂടുതൽ സൈനിക നടപടികൾ ഒഴിവാക്കാൻ ട്രംപിനെ ഇവർ ചേർന്ന് പ്രേരിപ്പിച്ചു എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതെങ്കിലും തലത്തിൽ അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മേഖലയിൽ വ്യാപകമായ സംഘർഷങ്ങൾക്കിത് കാരണമാകും. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ US ലക്ഷ്യമിട്ടാൽ ടെഹ്റാൻ ഗൾഫിലെ ഊർജ്ജ സൗകര്യങ്ങളും മേഖലയിലുള്ള US ആസ്തികൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന് അരാഗ്ചി പറഞ്ഞു. ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് സൈനിക നടപടി വൈകിപ്പിക്കണമെന്നും ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ഉറപ്പാക്കാനും നയതന്ത്ര ഒത്തുതീർപ്പ് പിന്തുടരാനും സൗദി അറേബ്യയുടെ അഭ്യർത്ഥന. വേഗത്തിലൊരു കരാറിലെത്താൻ കഴിഞ്ഞാൽ ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തിവെക്കുമെന്ന് ട്രംപിന്റെ തുടർ പ്രഖ്യാപനം. ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ നിലവിൽ വരുമ്പോൾ മറുവശത്ത് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വെറും നോക്കുകുത്തികളാകുന്നു. ഡൊണാൾഡ് ട്രംപിനെ മാറ്റി നിർത്തിയുള്ള ചർച്ചകളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വ്യക്തം. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് US-ന്റെ മിസൈൽ വേദ സംവിധാന ശേഖരത്തിൽ അപകടകരമായ കുറവുണ്ടായി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. US സൈന്യത്തിൻ്റെ താഡ് ബാലിസ്റ്റിക് മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൻ്റെ 80% ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നുവെന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യം CNN റിപ്പോർട്ട് ചെയ്യുന്നു. പേട്രിയറ്റ് മിസൈൽ വേദ സംവിധാനത്തിൻ്റെ 50% ശേഖരം അമേരിക്കയുടെ പക്കൽ നിന്ന് തീർന്നു. കഴിഞ്ഞയാഴ്ച ഇറാനെതിരെ വൻ ആക്രമണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതിന് കാരണം തങ്ങളുടെ ആയുധശേഖരത്തിലുണ്ടായ കുറവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ പോലും വിലയിരുത്തൽ. ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് അപ്രതീക്ഷിതമായി ആക്രമണം പ്രഖ്യാപിക്കുന്നു, പിന്നീട് ഒരു U-ടേൺ അടിക്കുന്നു. ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ആരുടെ കൈവശവും ഉണ്ടായിരുന്നില്ല. അത് ഇറാനും ഒമാനും ചേർന്ന് കൈയടക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇത് ക്ഷീണമല്ലേ എന്ന ചോദ്യം സ്വാഭാവികം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.